നമസ്കാരം. ഇൻറ്റിമസി അല്ലെങ്കിൽ ആത്മസ്നേഹം എന്നൊക്കെ പറയുന്നത്, ഈ ആത്മസ്നേഹത്തിന്റെ നിർവചനം എന്നൊക്കെ പറയുന്നത്, ഇൻറ്റിമസിയുടെ പേര് കേൾക്കുമ്പോഴേ പല ആളുകളും പല വ്യക്തികളും അത് ഫിസിക്കൽ ക്ലോസ്നെസ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു ശാരീരിക അടുപ്പമായിട്ടൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ചെറിയൊരു അടുപ്പമായിട്ടൊക്കെ ചുരുക്കി കാണാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു ബന്ധത്തിൽ മറ്റു പല തരത്തിലുള്ള ആത്മസ്നേഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തേത് ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മാനസികമായിട്ടുള്ള ആത്മസ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ തന്നെ പങ്കുവെക്കുക, പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ മനസ്സ് തുറക്കാനുള്ള ധൈര്യം ഉണർത്തുന്ന അടിത്തറയൊക്കെയാണ് ഈ ഇൻറ്റിമസി, ഇമോഷണൽ ഇൻറ്റിമസി, മാനസികമായിട്ടുള്ള ഇൻറ്റിമസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്നറിയാം, ഭൗതികമായിട്ടുള്ള ആത്മസ്നേഹം എന്ന് പറയും, ഇന്റലക്ച്വൽ ഇൻറ്റിമസി എന്ന് പറയും. ഇന്റലക്ച്വൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഭാഷണങ്ങളൊക്കെ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പരസ്പര ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും ചുറ്റുപാടുകളെയും ഒക്കെ ആദരിക്കുക എന്ന് പറയുന്നതാണ് ഇന്റലക്ച്വൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഭൗതിക ആത്മസ്നേഹം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഇൻറ്റിമസി എന്ന് പറയും. അതായത് ആത്മീയമായിട്ടുള്ള, നമുക്ക് ആത്മീയപരമായിട്ടുള്ള ഒരു തരം ഇൻറ്റിമസി, ആത്മസ്നേഹം എന്ന് പറയും. പങ്കുവെക്കുന്ന വിശ്വാസങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബന്ധമൊക്കെ പണിതു തുടങ്ങുമ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ആഴത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള അർത്ഥവും ലക്ഷ്യവുമൊക്കെ നമ്മൾ അതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മസ്നേഹം എന്ന് പറയും. നാലാമത്തേത് എക്സ്പീരിയൻഷ്യൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതിനെ യാത്രകളിലൂടെയൊക്കെ തന്നെ അല്ലെങ്കിൽ ദൈനംദിന നിമിഷങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പങ്കുവെക്കലുകളും അനുഭവങ്ങളെല്ലാം പങ്കുവെക്കുക, നമ്മളെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് ഒരുമിച്ച് വളരുകയും അതുപോലെ തന്നെ ഓർമ്മകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന, ഓർമ്മകളൊക്കെ തന്നെ വളരുകയും ചെയ്യുന്ന, പറയുകയും ചെയ്യുന്ന ഒരു ഇൻറ്റിമസിയാണ്. അതിനാണ് നമ്മൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻറ്റിമസി, എക്സ്പീരിയൻഷ്യൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഒരു ഇൻറ്റിമസി ഉണ്ട്, അതാണ് ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്, ശാരീരികമായിട്ടുള്ള ആത്മസ്നേഹം എന്നൊക്കെ പറയുന്നത്. ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ഒരു ചുംബനത്തിന്റെ അല്ലെങ്കിൽ ഒരു ചുംബനത്തിന്റെ ആശ്വാസത്തിലൊക്കെ പ്രകടമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ നമ്മൾ ശാരീരികമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ആർദ്രവും ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ഇൻറ്റിമസി എന്ന് പറയും. ഇതെല്ലാം ചേർന്നതാണ് ഒരു ബന്ധം ആഴമേറിയതും സമ്പന്നമേറിയതുമാക്കുന്നതെന്ന് പറയാം. ആത്മസ്നേഹം അതുപോലെ തന്നെ ശാരീരികതയ്ക്കും അതിനും അതീതമായി കൊണ്ട് മനസ്സുകൾക്ക് മനോഹരമായ അനുഭവങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന ഒരു അനുഭവമാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്, ആത്മസ്നേഹം എന്ന് പറയുന്നത്. ആത്മസ്നേഹം ഒരാൾ മാത്രം വിചാരിച്ചിട്ടുണ്ടാകുന്ന ഒന്നല്ല കേട്ടോ, ഒരാൾക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയൊന്നുമല്ല. അത് പരസ്പരം സഹകരണത്തിലൂടെ തന്നെയാണ് ഇൻറ്റിമസി ഉണ്ടാകുന്നത്. ആത്മസ്നേഹം എന്ന് പറയുന്നത് പരസ്പരം പിന്തുണയ്ക്കാനും സ്നേഹവും ബഹുമാനവും ഒക്കെ പങ്കിടാനും മനസ്സുള്ളപ്പോൾ ഒരു ബന്ധം നേരെ സൃഷ്ടിശേഷിയുള്ളതായി തീരുന്നു എന്ന് പറയാം. ഒരു സഫലമായ ബന്ധത്തിന്റെ രഹസ്യം എല്ലാം ഒറ്റയ്ക്കായി ചെയ്യാനല്ല ഘട്ടം, മറിച്ച് എല്ലാം ഒരുമിച്ച് പങ്കിട്ട് ചെയ്യാനാണ്. ഇത് പങ്കിട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട്. അതാണ് സ്നേഹത്തിന്റെ, ആത്മസ്നേഹത്തിന് യാഥാർത്ഥമായിട്ടുള്ള നിർവചനം ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ട്, വളരെ ഇൻറ്റിമസി ആയിക്കൊണ്ട് ബന്ധപ്പെടാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും സ്നേഹം മാത്രം. നമസ്കാരം. താങ്ക് യു.